ഹായ് കൂട്ടുകാരെ, ഞാൻ വീണ്ടും എത്തിയിട്ടോ. അപ്പോൾ ഇന്നുണ്ടാക്കണതേ ബീഫ് കറിയാണ്. ഒരു 1/2 കിലോ ബീഫ് എങ്ങനെ കറി വയ്ക്കാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വെക്കണമെന്ന് വെച്ചാൽ പാല് പിഴിഞ്ഞ കറിയാണ് കേട്ടോ. തേങ്ങാപ്പാൽ പിഴിഞ്ഞ കറിയാണ്. അത് അപ്പത്തിനും പിന്നെ ബാക്കി നമ്മുടെ ബ്രെഡിന്, ചോറിന്, എന്തിനു വേണമെങ്കിലും കഴിക്കാം. പക്ഷെ നല്ല രസമാണ്, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് ഇത് കഴിക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാം. 1/2 കിലോ ബീഫിന് 3 സവാള, 2 കഷ്ണം ഇഞ്ചി, കറിവേപ്പില, 10 വെളുത്തുള്ളി, 5-6 മുളക്, പച്ചമുളക്. ഇത് കടുക് പൊട്ടിക്കുമ്പോൾ ഇട്ടാൽ മതി കേട്ടോ, അല്ലാതെ ഇടണ്ട. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. പിന്നെ മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഈ ബീഫ് കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി അധികം ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മല്ലിപ്പൊടി അധികം ചേർക്കും, എന്നാലാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ ശേഷം ഇതെല്ലാം നമ്മൾ ചീഞ്ചട്ടിയിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചീഞ്ചട്ടിയിലിട്ട് നന്നായിട്ട് വരട്ടണം. നന്നായിട്ട് വരട്ട് വെളിച്ചെണ്ണ തെളിയുന്നത് വരെ ഇത് വരട്ടിയെടുത്തിട്ട് ഈ മുളക് പൊടി, ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായി മൂപ്പിച്ചതിന് ശേഷം 2ാം പാലൊഴിച്ച് ബീഫ് ഇളക്കി 20 മിനിറ്റ് വേവിക്കണം. 20 മിനിറ്റ് കുക്കറിൽ വേവിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീം അടിച്ച് കഴിഞ്ഞ ശേഷം 20 മിനിറ്റ് സ്ലോയിൽ വെക്കണം. അന്നേരം കറക്റ്റ് ബീഫ് വെന്തിരിക്കും. അതിന് ശേഷം 1ാം പാൽ ചേർക്കുക, പിന്നെ കടുക് പൊട്ടിക്കുക. അങ്ങനെയാണ് ഈ ബീഫ് കറി ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇന്ന് ഉച്ചത്തേക്ക് മോരുണ്ട്, വെണ്ടയ്ക്ക ഒലത്തിയതുണ്ട്, പിന്നെ ഉപ്പുമാങ്ങ കടുക് പൊട്ടിച്ചതുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഒരു ദിവസം പറഞ്ഞുതരാം കേട്ടോ. പിന്നെ മീൻ വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ബീഫ് വേറൊരു രീതിയും കൂടെ വയ്ക്കുന്ന രീതി ഞാൻ ഒരു ദിവസം കൂടെ കാണിച്ചു തരാം കേട്ടോ.